അപ്പോൾ ഗൈസ് എല്ലാവർക്കും വണക്കം. അപ്പോൾ ഞാനിപ്പോൾ കോയമ്പത്തൂരാണുള്ളത്. അപ്പോൾ ഇന്ന് രാത്രി 11 മണിക്ക് പ്രൊഡക്ടറിൻ്റെ മറ്റേ ബാഡ് ലൈൻസാ മറ്റേ പുതിയ പടം കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് പ്രൊഡക്ടറിൻ്റെ ഫ്രാഞ്ചൈസി ആദ്യമായിട്ടാണ് ഞാൻ തിയേറ്ററിൽ കാണുന്നത്. അപ്പോൾ 11 മണി പടം കയറി കണ്ട് ഇപ്പോൾ സമയം എത്രയായി? ഒന്നര ആയല്ലോ കഴിഞ്ഞപ്പോൾ. അവന്മാരെ ഭയങ്കര അകടിച്ച് പരസ്യമിട്ട് ഒരുപാടിൽ അകടിപ്പിച്ച്. എന്താണിത്? ഇത് വഴിയൊന്നുമില്ല ഇത്. ഉണ്ടല്ലേ ഈ കോഴി വണ്ടി. അമ്മമാർ മൊത്തം പൊളിച്ചിട്ടേക്കണ് ഇവിടെ. പിന്നെ 1:30 സമയത്ത് വണ്ടിയും കൊണ്ട് ഇവിടെ കറങ്ങി കിടക്കുകയാണ്. ഇതിവിടെ ആണെങ്കിൽ മറ്റേ മുകളിൽ പാലൊക്കെ പണിതതിൻ്റെ ശേഷം ഇവിടെ കുറേ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു തോന്നുന്നു. മര്യാദക്കുള്ള വഴികളൊന്നുമില്ല. റോങ് സൈഡിൽ കൂടെ കണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിലല്ല, പടം നല്ല കിണ്ണം കാച്ചി പടം ഉണ്ടാവും. തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കാം. അടിപൊളി പടം. ഞാൻ ഇതുവരെ പ്രൊഡക്ടർ ഒരു പടം പോലും ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുള്ള. പക്ഷെ ഇത് ആദ്യമായിട്ട് ഞാൻ പ്രൊഡക്ടർ തിയേറ്ററിൽ കാണുന്നു. അടിപൊളി. ഒ ടി ടി റിലീസാവാൻ നിൽക്കണ്ട, തിയേറ്ററിൽ കാണണമെങ്കിൽ അത്രയും നല്ലത്. കീട്ടിലും പടമാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ മൈക്കോൾ കോഴി വണ്ടി വഴിയുണ്ടല്ലേ. കോഴി വണ്ടിയുടെ സ്മെല്ലടിക്കണ പടച്ചോനെ, ചെറിയൊരു സ്മെല്ലാണ്. ഞാനിപ്പോൾ ഇവിടെയാണ് ഫൺ മാളിലാണ് പോയത്. ഫൺ മാളിൽ 11:05 ഷോയ്ക്കാണ് പോയത്. പക്ഷെ അവന്മാർ 11:30 ആക്കി ഷോ തുടങ്ങുമ്പോൾ. പരസ്യം എന്നൊക്കെ പറഞ്ഞു എന്തൂരം പരസ്യം വന്നു വിട്ട് കുറേ നേരം ലാഘടിപ്പിച്ചു അവന്മാർ. ഇത് 11:30 എന്തോ ഈ പടം തുടങ്ങിയപ്പോൾ. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത്. അല്ലെങ്കിൽ ഇത്രയും ലേറ്റാവില്ലായിരുന്നു. ഒത്തഹൽ വഴിയൊന്നുമില്ല വണ്ടാറം. ഇതാണ് ഗായ്സ് കാമരാജ് റോഡ്. ഞാനിപ്പോൾ ഉള്ളത് ടൗണിലാണ്. എൻ്റെ റൂമിലോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് കുറച്ചും കൂടി പോകാനുണ്ട്. ഒരു 10-15 കിലോമീറ്റർ പോകാനുണ്ട്. അതായത് ടൗൺ വിട്ട് കുറച്ച് പീസ്ഫുൾ ഏരിയ നമ്മുടെ ഈ പൊള്ളാച്ചി ടൗണിൽ ഉൾക്കടത്തുനിന്ന് പൊള്ളാച്ചി റൂട്ട് പോകണ വഴിയില്ല. അവിടെയാണ് നമ്മുടെ ഈച്ചനരി എന്ന് പറയും. അവിടെയാണ് എൻ്റെ റൂം. അവിടേക്ക് പോകണം. അതായത് ഫൺ മാളുകളിലോട്ടൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ വഴി തെറ്റിപ്പോവും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടുത്തെ പ്രത്യേകത എൻ്റെ പ്രത്യേകത എന്ന് അറിയാൻ പാടില്ല. എന്തോരം വന്നു കഴിഞ്ഞാലും പിന്നെയും മറന്നു പോകും. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് തന്നെയാണ് പിന്നെയും പോണത്. എന്തുകൊണ്ട് അതായത് അധികം ഈ ടൗൺ സൈഡിലോട്ട് വരാത്തതിൻ്റെ പേരിലാണെന്നാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. ഡെയിലി ഇവിടെ തന്നെ കിടന്ന് കറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല. ടൗണിലോട്ട് ഇങ്ങനെ ഞായറാഴ്ച ശനിയാഴ്ച രാത്രി അങ്ങനെ വല്ലപ്പോഴൊക്കെ ആണ്ടിലൊരിക്കലെങ്കിൽ പടം കാണാനോ എല്ലാ പരിപാടിക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രം വരുള്ളൂ. അല്ലാണ്ട് എന്താണ് ആരുടെ അവിടെ ചാക്കിൻ്റെ പീസ് കണ്ടപ്പോ ആരെന്തൊക്കെ എടുക്കണമെന്നൊരു പണ്ടാറും പേടിച്ചു പോയി. അപ്പോൾ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടേ കറങ്ങി കിടക്കുള്ളൂ. ഒരു വഴി മര്യാദക്കൊന്നും എനിക്ക് ഓർമ്മയില്ല. അതായത് സ്ഥിരമായിട്ട് പോണ സ്ഥലമുണ്ട് ഈ ബ്രൂക്ക് ഫീൽഡ്സ്. അവിടേക്ക് പോലും ചില സമയത്ത് എനിക്ക് വഴി പറ്റും. ആകെ അറിയാവുന്ന ഉക്കടം, ഗാന്ധിപുരം, അത് മാത്രമേ വഴി അറിയാണ്ട് അതായത് ഗൂഗിൾ മാപ്പ് ഒന്നും ഇടാണ്ട് പോവുള്ളൂ. ഇത്ര ഞാൻ 5-8 വർഷമായി ഇവിടെ വർക്ക് ചെയ്യണത്. അപ്പോൾ ഇപ്പോഴും കുറേ സ്ഥലത്തേക്കുള്ള വഴിയൊന്നും എനിക്കറിയാൻ പാടില്ല. എല്ലായിടത്തും ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ തട്ടിമുട്ടിക്ക് ഇങ്ങനെ പോണത്. ഏതൊക്കെ വഴി എത്തി പടച്ചോനെ. എനിക്കറിയുന്ന വഴിയൊക്കെ തന്നെ, ദിവസം പോണ വഴികളൊക്കെ തന്നെ ഇരിക്കുള്ളൂ. എന്നാലും ഇത് മറ്റേ ഉക്കടത്തേക്ക് ടച്ചാവുന്ന വഴിയാണ്. ഇപ്പോൾ മനസ്സിലായി. ഇനി ഇവിടുന്ന് ഒരു പെട ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനെ പടത്തിന് പോയപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്നുള്ള ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ബാഗിനകത്ത് മറ്റേ ബാഗ് ഉണ്ടല്ലോ, ഹാൻഡ് ബാഗ്, മറ്റേ സൈഡ് ബാഗ്, അതിനകത്ത് എൻ്റെ ഗോപ്രോ ക്യാമറ ഒക്കെ ഇരിപ്പുണ്ടാകും. വരുന്ന വഴിക്ക് വെറുതെ നൈറ്റ് റൈഡ് വീഡിയോ എടുക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെ വീഡിയോ എടുത്താണ്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. എന്താണ് പറയേണ്ടതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അങ്ങനെയൊക്കെ പോട് അത്ര തന്നെ. ഞാനധികം ടൗണിലോട്ട് അധികം അങ്ങനെ വരാറില്ല. എനിക്ക് ഈ ട്രാഫിക്കും അത് ഈ സമയത്തൊക്കെ വണ്ടി ഓടിക്കണ കുഴപ്പമില്ല. ഈ നോർമൽ ഡേയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ
ട്രാഫിക്കും ഒടുക്കത്തൊച്ചപ്പാടും ബഹളവും ഭ്രാന്ത് കയറും. അത് ഞാൻ നിൽക്കണ സ്ഥലമൊക്കെ കുഴപ്പമില്ല, അവിടെ നല്ല പീസ്ഫുള്ളാണ്. ഇവിടെയൊക്കെ വരുമ്പോൾ ഞാൻ അതാണ് മാക്സിമം ഇങ്ങോട്ട് വരുന്നത്, ഈ ഭാഗത്തേക്കൊക്കെ വരുന്നതൊക്കെ അവോയ്ഡ് ചെയ്ത്. ഭ്രാന്ത് കയറും ശരിക്കും പറഞ്ഞാൽ. അതായത് ക്ഷമ വിടും നമ്മുടെ അമ്മാതിരി ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ്. ഈ സമയത്ത് ഓടിക്കണ പോലെ ഒന്നല്ല, മറ്റുള്ള സമയത്തൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ കിളി പോവും വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ. ഒടുക്കത്തെ റഷ് ആയിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്തേക്ക് അധികം അങ്ങോട്ട് അടുക്കാത്തത്. അങ്ങനെ വല്ലപ്പോഴൊക്കെ വരും എന്നല്ലാണ്ട്. അതിനൊക്കെ ഞാൻ നിൽക്കുന്ന സ്ഥലമൊക്കെ നല്ല പീസ്ഫുള്ളാണ്, അധികം ഒച്ചപ്പാടും ബഹളവും ഇല്ല. അപ്പം അതിൻ്റെ പേരിൽ ഞാൻ ആണ്ടിലൊരിക്കലൊക്കെ ഈ ഭാഗത്തേക്ക് വരുമല്ലേ സിനിമക്ക് പോകണമെങ്കിലാ, അല്ല ഡ്രസ്സ് എടുക്കലും ഞാൻ കുറവാണ്. ഇവിടെയൊക്കെ വന്നിട്ട് നമ്മുടെ ഏരിയയിൽ നിന്നൊക്കെ കടയിൽ നിന്നൊക്കെ എടുക്കുള്ളൂ. മെയിനായിട്ട് ഡ്രസ്സ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ മറ്റേ ആഘോഷങ്ങളുടെ ടൈമിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭ്രാന്ത് കയറും. ഞാൻ ഒരു പ്രാവശ്യം മറ്റേ പൊങ്കലിൻ്റെ ടൈമിൽ കൂട്ടുകാരന്മാർ ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് എൻ്റെ മോനെ ഞാൻ അറിയാണ്ട് ഞാൻ പോത്തീസിൻ്റെ അകത്ത് കയറിപ്പോയി. ഇറങ്ങാൻ പറ്റണ്ട അതിൻ്റെ പുറത്തേക്ക്. ഞാൻ അവസാനം അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇരുന്നു പോയി. ഞാൻ തിരക്കൊന്നും ഒഴിയാണിട്ട് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പുറത്തേക്ക് ഞാൻ പോകുന്നത്. അതിൽ പിന്നെ ഞാൻ ടൗൺ സൈഡിലൂടെ ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ വന്നിട്ടില്ല. അതായത് ഈ ദീപാവലി പൊങ്കൽ ആ ടൈമിലൊക്കെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാൻ വന്നിട്ടില്ല. എൻ്റെ മോനെ മടുത്തു വെറുത്തു എനിക്ക് അന്നിട്ട് തന്നെ. അതിൽ പിന്നെ ഞാൻ ഈ ഭാഗത്തേക്ക് വന്നുള്ള ഡ്രസ്സ് എടുക്കുന്നു പറഞ്ഞു. ഡ്രസ്സ് എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ഈ ആഘോഷങ്ങൾ വരുന്ന സമയത്ത്, അതായത് ഫെസ്റ്റിവൽ വരുന്ന സമയത്ത്, ദീപാവലി പൊങ്കൽ ആ ടൈമിലൊന്നും ഞാൻ എടുക്കില്ല. ശാന്തമായിട്ട്, അതായത് ഒരു ഇതുമില്ലാത്ത സമയത്തൊക്കെ പോയി എടുക്കുള്ളൂ. അപ്പോഴേ എടുക്കാൻ പറ്റുള്ളൂ മനസ്സമാധാനമായിട്ട്. നമുക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ കയറി ഡ്രസ്സ് എടുത്ത് സെലക്ട് ചെയ്തൊക്കെ അങ്ങ് ഭ്രാന്ത് കയറും. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് സമാധാനമായിട്ട് നിന്ന് സെലക്ട് ചെയ്ത് ഇട്ടൊക്കെ നോക്കി ട്രയലൊക്കെ നോക്കി നമുക്ക് ഫിറ്റ് ആവണ്ടെന്നൊക്കെ നോക്കിയിട്ടൊക്കെ ഡ്രസ്സ് എടുക്കാൻ പറ്റുള്ളൂ എനിക്ക്. അതൊക്കെയാണ് മെയിനായിട്ട്. ഇങ്ങോട്ട് വരാനുള്ള ഇതൊക്കെ എനിക്ക് ഭയങ്കര വരാനുള്ള ടെൻഡൻസിയൊക്കെ ഭയങ്കര കുറവാണ്. തിരുവള്ളുവരെ പ്രതിമ ഉണ്ടോ? തിരുവള്ളുവർ മറ്റേ തമിഴ് ഇത്ര അക്ഷരങ്ങൾ കൊണ്ട് എഴുതിയേക്കുന്നുണ്ട് തിരുവള്ളുവരെ പ്രതിമ. തിരുവള്ളുവർ ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാനൊന്നും പാടില്ല. എനിക്ക് മറ്റേ എഴുത്താണിയൊക്കെ വെച്ച് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ പറയണേക്കാറുണ്ട്. തിരുക്കുറൾ കേട്ടില്ല എനിക്ക്? തിരുക്കുറൾ, അതായത് തിരുക്കുറൾ 1001 തിരുക്കുറൾ അങ്ങനെ എന്തൊക്കെയുണ്ട്, ഒരുപാടുണ്ട്. അതെനിക്കറിയാൻ പാടില്ല. തിരുവള്ളുവരെന്ന് കേട്ടിട്ടുണ്ട്. പുള്ളി മറ്റേ എഴുത്താണിയൊക്കെ വെച്ച് എന്തോക്കെ എഴുതും. എനിക്ക് അള്ളാഹറിയാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഏരിയയിലോട്ട് എത്തുന്തോറും പീസ്ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. ഒച്ചപ്പാടും ബഹളവും കുറഞ്ഞ് അല്ലേ. നമുക്ക് ഇതൊക്കെയാണ് നല്ലത്. ഈ ടൗൺ ഏരിയയിലൊക്കെ വീട് റൂമൊന്നും കിട്ടാൻ നന്നായി. ഒച്ചപ്പാടും ബഹളമൊക്കെ തലപ്പുരാൻ തരുന്നു കയറിയാൻ. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച. നാളെ എന്താണ് പരിപാടി? നാളെ ഒരു മറ്റേ നീലക്കളർ ലൈറ്റൊക്കെ ഇട്ടിപ്പം നാളെ എന്താണ് നാളെ എനിക്ക് മറ്റേ GD നായിഡുവിൻ്റെ മ്യൂസിയം ഉണ്ട്. കാർ ആൻഡ് സയൻസ് മ്യൂസിയം. സയൻസും വേണം. കാർ മ്യൂസിയത്തിൽ പോകുന്നുണ്ട്. അവിടെ കുറേ വെറൈറ്റി വിൻറ്റേജ് കാർ, നല്ല കിടിലം കാറുകളൊക്കെ എടുപ്പുണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നല്ലേ, ഞാൻ കണ്ടായിരുന്നു ഒരു വീഡിയോയിൽ കണ്ടിരുന്നു ഞാൻ. നിങ്ങൾക്കൊക്കെ അറിയാമോ, കോയമ്പത്തൂർ മറ്റേ മ്യൂസിയം വരുന്നുണ്ട്, GD നായിഡുവിൻ്റെ മ്യൂസിയം. പുള്ളി പണ്ട് കാലത്ത് വാങ്ങിക്കൂട്ടിയ കാറുകളാണ് പുള്ളിയുടെ ഉപയോഗിച്ചിരുന്ന കാറുകൾ എന്തൊക്കെയാണ്. ഒരുപാട് കാർ കളക്ഷൻസ്, പഴയതും പുതിയതുമായിട്ട് ഒരുപാട് കാർ കളക്ഷൻസ്. അപ്പോൾ അതൊക്കെ ഒന്ന് നാളെ പോയി കാണണം. അപ്പോൾ 175 രൂപ എന്തോ ടിക്കറ്റിന്, അത്ര എന്തോ ഉള്ളൂ. അപ്പോൾ നാളെ എന്തായാലും പരിപാടിയൊന്നുമില്ലല്ലോ, ഞായറാഴ്ച അല്ലേ. അപ്പോൾ നാളെ ജസ്റ്റ് ഇവിടം വരെ പോകണം. അതെവിടെ സ്ഥലം RS പുരം എന്ന് തോന്നുന്നു. RS പുരം അതിനെല്ലാം നമ്മുടെ ഗൂഗിൾ മാപ്പുള്ളത്, നമ്മുടെ മുത്തുള്ളത്. നാളെ എന്തായാലും പോകണം. അത് കുറച്ച് നാളെ അതിനെപ്പറ്റി ചെറിയൊരു വ്ളോഗ് പോലെ ചെയ്യണം. വ്ളോഗ് എന്നല്ല, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വ്ളോഗ് പോലെ എന്നല്ല, ഒരുമാതിരി മറ്റിടത്ത് വ്ളോഗായി പോകുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യും, അത്ര തന്നെ. ഇതൊക്കെ എന്ത് എவ்வளோ പണിട്ട് ഇതൊക്കെ പണ്ണ മാട്ടോമാ. ഞാൻ ആദ്യം വീഡിയോസൊക്കെ തമിഴിലൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മനസ്സിലായി തമിഴിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് സംസാരിക്കാനൊന്നും കിട്ടാനുള്ള കോൺഫിഡൻസ് ഇല്ലായ്മല്ല,
ചില സമയത്ത് ടോപ്പിക്കൊന്നും കിട്ടില്ല വർത്താനം. ചില സമയത്ത് എവിടെയൊക്കെയോ ഒരു തകരാറ് പോലെയൊക്കെ തോന്നണം. കാരണം നമ്മുടെ മാതൃഭാഷയിലല്ലോ തമിഴ്. തമിഴ് ഇവിടെ വന്നിട്ട് നമ്മൾ അത്യാവശ്യം നന്നായിട്ടൊന്നുമില്ല, അത്യാവശ്യമൊക്കെ പറയുന്നുള്ളൂ. തമിഴിൽ വെറുതെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ നമുക്ക് സെറ്റാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം നമ്മളെ കൊണ്ട് നടക്കാത്ത പണി നമ്മൾ ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാതൃഭാഷ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണേലും വിളിച്ചു പോവാം. എന്ത് വേണേലും വിളിച്ചു എന്നല്ല, നമുക്ക് നന്നായിട്ട് സംസാരിക്കാം, കുഴപ്പമില്ല. തമിഴിൽ ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ അത് നമുക്കത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ. ഇതാകുമ്പോൾ നമ്മുടെ മാതൃഭാഷ കുഴപ്പമില്ല, നമ്മ നന്നായിട്ട് നമ്മ നല്ല കോൺഫിഡൻസ് ആയിട്ട് നല്ല എന്തും കിടലായിട്ട് പറയാം, നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ഇവിടെയൊക്കെ പൊളിച്ചടക്കുക. ഞാൻ ദിവസം കഴിക്കാൻ പറ്റുന്ന ഹോട്ടലാണ്, അതിൻ്റെ മുമ്പുറത്തൊക്കെ ആകെ നശിപ്പിച്ച്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വീടിൻ്റെ റൂമിൻ്റെ അവിടെ എത്താറായി. അപ്പോൾ ഇവിടെ നിന്ന് വെച്ച് ഞാൻ വീഡിയോ കട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് ഞാൻ വെറുതെ ഒരു നൈറ്റ് ഇങ്ങനെ വെറുതെ ഒരു ക്യാമറ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് നൈറ്റ് റൈഡ് ഒരു വീഡിയോ എടുക്കാമെന്ന് എഴുതിയിട്ട് എടുത്താണ്. വലിയ വ്ളോഗായിട്ടൊന്നും എടുക്കണ്ട, വെറുതെ ഒരു ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. എല്ലാവരും കിടന്ന് ഉറങ്ങിക്കോ. ഉണ്ട് നാളെ ഫ്രഷായിട്ട് എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ പരിപാടിപ്പിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.